കണ്ടെത്തി അവിടെ ഒന്നും ഉണ്ടെന്ന് പറയണോ. ഞാനേ ബൈക്ക് എടുത്തിട്ട് ചാലിയാർ വഴി പിന്നെ എടവണ്ണ, വൈക്കടവ്, പോത്തുകല്ല്, മുണ്ടേരി ഈ ഭാഗത്തൊക്കെ ബൈക്ക് എടുത്ത് കറങ്ങുമ്പോഴേ അവിടെയൊക്കെ ഏത് സംഘടനയാണെന്നോ ഏത് ജാതിക്കാരാണെന്നോ ഏത് പാർട്ടിക്കാരാണെന്നോ എനിക്കറിയില്ല. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പുഴ നീന്തി കിടക്കോടോ അതിജീവിച്ച് കണ്ട് ആ ഒഴുക്കിനെ അതിജീവിച്ചിട്ട് അവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് എന്ന് പറയുമ്പം എന്നിട്ട് ഈ ബോഡികൾ തെരഞ്ഞു നടക്കുക. ആ കാത്തു നിൽക്കുന്ന അമ്മമാരെ മുന്നിൽ ഒന്ന് കൊണ്ടുപോയി വെച്ചു കൊടുക്കാന്, അല്ലെങ്കിൽ കാത്തു നിൽക്കുന്ന കുട്ടികളെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കാന്. ഇതാ നിങ്ങളെ ഉമ്മാന്റെ മൃതദേഹം, അല്ലെങ്കിൽ ഇതാ നിങ്ങളെ കുട്ടികളുടെ മൃതദേഹം എന്ന് പറയാൻ. എന്നിട്ട് രണ്ട് ഊമ്പകൾ ചെറ്റകള്. ഇത് സംഖ്യ അല്ലടോ, സംഖ്യക്ക് അഖിലേന്ത്യാ തലത്തിൽ നിർമ്മാണം ഉണ്ടാക്കിയ രണ്ട് വ്യക്തികളെ കാര്യം രണ്ടാളും. എന്ത് സംഖ്യ അത്? സംഖ്യ ആയാലും പൊറുക്കാം. ഹേയ്, എന്നിട്ട് ഈ ചാനലിൽ വന്നിട്ട് ആർക്കാണോ പറയാത്ത ഇന്നൊക്കെ കാലം മാറി. ഞാൻ എന്റെ വലിയ സിറ്റ് ഔട്ടിൽ കുത്തുന്നു കണ്ട അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യണത് ഇതൊക്കെ വലിയ സംഭവം. ഇരിക്കും മറ്റോനും ഒരു മഞ്ഞ കുപ്പേക്കാരൻ ഒരു മറ്റേ കുപ്പേക്കാരൻ ആരെങ്കിലും കേട്ടാളും നിങ്ങൾ കേട്ടാളും എന്താ ഇവിടെ ചെയ്തത്? ഏതെങ്കിലും ഒരു പോയിന്റ് ബക്കിലെന്തെങ്കിലും പോയിട്ട് ആരെങ്കിലും ഒന്ന് എത്തിപ്പിടിച്ചിട്ട് ഇതാ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറയണോ. ഈ സമയത്ത് അതാ വേണ്ടിയത്. എന്നിട്ടോ അവിടെ മെറ്റോന് യൂണിഫോം ഇട്ടോ അവിടെ ഉണ്ട്, ഇവിടെ യൂണിഫോം ഇട്ടോ. നാളല്ലടോ ഉളുപ്പില്ലാർക്കൊന്നും ഈ ചാനലിൽ വന്നിട്ട് അടിയായി ചേറ്റ വർത്താനം വിളിച്ചറിയാൻ ഉണ്ടോ? ഉളുപ്പിട്ടാർക്കൊക്കെ ഒരുപാട് ആളുകൾ മക്കളെ കാണാനല്ല, മരുക്കളെ കാണാനല്ല, അമ്മനെ കാണാനല്ല, അച്ഛനെ കാണാനല്ല, പേരക്കുട്ടികളെ കാണാനല്ല, വീടില്ല, കുടില്ല, ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ എല്ലാം തകർത്തെറിഞ്ഞ് ബോഡി പോലും കിട്ടാനില്ല. ഓരോ വിഭാഗത്തിലെ ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും ആ ബോഡി എന്തെങ്കിലും ഒന്ന് മര്യാദക്ക് കിട്ടിയാൽ അവനവന്റെ മതാചാര പ്രകാരമുള്ള കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്ത് അതൊന്ന് അവസാനിപ്പിക്കാൻ അതിന് വരെ പ്രയാസപ്പെട്ട് ആളുകളും കുടുംബങ്ങളും ജനങ്ങളും ഒരു നാട് ഒന്നായിട്ട് നീറി കഴിഞ്ഞ സമയത്ത് ഈ രണ്ട് പരട്ട ചെറ്റകള് ചാനലിൽ വന്നിരുന്നാട്ടെ മറ്റോന്റെ കുപ്പായും മറ്റോൻ അവിടെ കാണുന്നുണ്ട് ഡബ്ബനവിടെ ജാരെ ആക്കിണ കൈ ജാരെ ആക്കിണോ ഇവിടെ ഇത് നടത്തിട്ട് പൈസ കൊടുത്താട്ട് ആരെ ആക്കിയണച്ചി പിന്നെ ആരജി അനക്കൊന്നാട് പോയിക്കൂടെ? അനക്കൊന്നാട് പോയി തരൂടെങ്കിൽ എൻ്റെ മക്കളും നട പറഞ്ഞൂടെ, എൻ്റെ മരുക്കളും നട പറഞ്ഞൂടെ? നിങ്ങളെ കിണറ്റാൾ ഒടിയിനി. എന്നിട്ട് വലിയ ചേറ്റ വർത്താനം പറയാണ്ട് വന്നിരിക്കുക. ഒളുപ്പില്ലാത്ത നാറികള് ചേറ്റകള്. ഇതേ ഇഞ്ച ഭാഷ ശൈലി ഇതൊന്നല്ല. പക്ഷെ എന്താ പറയുക, കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഓരിൻ്റെ സംസ്കാരത്തിന് ആൾക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ ഒരു ചൂക്കം വരാനല്ല. രണ്ട് ചേറ്റകൾ വന്നിതാണ് അത് ഈ ഘട്ടത്തിൽ. ആ മനുഷ്യനെ പോയി സഹായിക്കാൻ നോക്കണോ. ബ്ലോക്ക് സർജറി കഴിഞ്ഞ ആളാ. ഞാനും പോയി കുറച്ച് സാധനം കയറ്റാം അവിടെ. ഇന്നെ കൊണ്ട് അതേ കഴിയുള്ളൂ, ശരീരം കൊണ്ടൊന്നും കഴിയൂല. മനസ്സ് വേദനിക്കുക, ഓരോ നാടും നൊമ്പരപ്പെട്ടിക്കുക, നാടും നാട്ടിലെ ജനങ്ങളും മുഴുവൻ. എന്നിട്ട് അതിന്റെ അടിയിൽ രണ്ട് പോത്തുകൾ, കുതിരകൾ, ചേറ്റകൾ ചാനലിൽ വന്ന് ഇരുന്നാണ് പറയാ മെറ്റോനോടെ കാണാൻ ലബനോടെ കാണാൻ ലജ്ജ എവിടെയേക്കായി അനക്കൊന്നാട് പോയിക്കൂടെയോ? അന്റെ വാപ്പാനും കൂട്ടിക്കോ. ഉളുപ്പില്ലാത്ത വർത്താനം പറഞ്ഞാണ്ട് സുഹൃത്തുക്കളെ, ഈ ജാതി ചെറ്റകൾ ABC മലയാളം എന്ന് പറഞ്ഞ ചാനലാണ്. ഈ ജാതി ചെറ്റകളൊക്കെ ഇതൊക്കെ സംഖ്യകളെ മൂത്താപ്പിയാണ്. സംഖ്യകളും അല്ല, സംഖ്യകളിലൊക്കെ നല്ലതുണ്ട്, സംഖ്യകളിലൊക്കെ നല്ലതുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാണ്. നമ്മളെ CK പത്മനാഭൻ എന്നാളൊരു വീഡിയോ പറഞ്ഞു. ആ വീഡിയോ പറഞ്ഞൊരു CK പത്മനാഭൻ പറഞ്ഞു സുരേഷ് ഗോപി BJP കാരനല്ല, ഒരു സിനിമ നടനാണ്, അധികാരം മോഹം കൊണ്ട് വന്നതാണ്. എന്തോട്ടെ രാഷ്ട്രീയം പറയാനല്ലേ നീ വരി ഉപയോഗിക്കണത്. പക്ഷെ ആ CK പത്മനാഭൻ പറയാണ് മുസ്ലിങ്ങളിൽ തീവ്രവാദികളുണ്ട്. ഒരു സംഘടന ഒന്നായിട്ട് തീവ്രവാദികളല്ല, കുറച്ച് തീവ്രവാദികളുണ്ട്. അത് ഹിന്ദുക്കളിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്, അതെല്ലാ മത വിഭാഗത്തിലുണ്ടാകും തീവ്രവാദികളുണ്ട്. അതന്നെയാണോ ശരി? അതുകൊണ്ട് ഹിന്ദുക്കളും സംഘികളും ഒക്കെ പിന്നെ തീവ്രവാദികളാണെന്ന് ഞാൻ പറഞ്ഞില്ല, ചെറ്റകളാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ സംഘികളിലെ ചെറ്റകളാണ് നിങ്ങൾ. സംഘികളിലെ നല്ല സംഘികളിലെ ചെറ്റകളാണ് നിങ്ങൾ, അത് ഞാൻ പറയും. എന്നിട്ട് ഇവിടെ നാട് എന്നാക്കാൻ വേണ്ടി നടക്കാവും. ഈ ജാതി ഒരു ദുരന്തം നടന്നൊരു സമയത്ത് ഓരോരുത്തരും ഞെഞ്ഞു പൊട്ടി കരിയാണ്. നമ്മുടെ അയലക്കത്തുണ്ട് ഒരു ചങ്ങായി മാളെ കെട്ടിച്ചാൽ കാണാനില്ലല്ലോ. എന്നിട്ട് ഒരു ചായ അടിച്ചാൽ വേണ്ടി പോയപ്പോൾ അയാൾ പറഞ്ഞ് കാരണം നെഞ്ഞു പൊട്ടി. 2-3 സിഗരറ്റ് ഒന്നായിട്ടാണ് വാങ്ങി വെച്ചാൽ അവിടെ പോകുന്നത് ടെൻഷൻ കൊണ്ട്. എന്നിട്ട് 2 കുതിരകൾ TV വന്ന് ചാനലിൽ വന്ന് തിന്നാണ്ടേ വലിയൊരു സമ്പാദിക്കാൻ പോലും രണ്ടാണ് ഇപ്പത്. എന്നിട്ട് മെറ്റോന്റെ മഞ്ഞക്കുപ്പായം കാണുന്നില്ല, ചുവപ്പുപ്പായം കാണുന്നില്ല, പിന്നെ DYFനെ കാണുന്നില്ല. ഞാൻ DYF കാരൊന്നുമല്ല, DYF കാരൊക്കെ എമ്പാടുണ്ടോ അവിടെ. STP എമ്പാടുണ്ട്. ഓനെന്താ ചെയ്തത് അറിയിച്ച് ഒഴുകി വരുന്ന വള്ളത്തിനെ, ശക്തമായ വള്ളത്തിനെ അതിജീവിച്ച് നീന്തുക, ബോഡി എടുക്കുക, സ്വന്തം ജീവൻ പണം വെച്ചാണ്ട്. അത് എനിക്ക് എത്ര വീഡിയോ വേണം? എൻ്റെ വാട്സപ്പ് നമ്പർ ഇട്ടുണ്ട്, ഞാൻ വിട്ടുതരാം. നീന്തി പോയി കണ്ട് അളിഞ്ഞ് ചീഞ്ഞ മൃതദേഹങ്ങൾ എടുത്തു വന്ന് ഞാൻ എനിക്ക് കാണിക്കാൻ എനിക്ക് എൻ്റെ വീഡിയോ എൻ്റെ വാട്സപ്പ് കാർഡ് വിട്ടുതരാം ഞാൻ. എന്നിട്ട് ഓലക്കവരെ ചാലഞ്ച് അടിച്ച് നടക്കുക രണ്ട് ചേറ്റകൾ. സുഹൃത്തുക്കളെ, ഈ ചാനലും ഇവരും നിങ്ങൾ ശ്രദ്ധിക്കണം.
അപ്പൊ ഇവർക്ക് എന്താ വെച്ചാല് അറിയിക്കുന്ന മറുപടി നിങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തുനിന്ന് വേണം. കാരണം ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും ഇവരൊന്നും തല പൊക്കി വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എൻ്റെ എന്തെങ്കിലും തെറ്റുകളൊന്നും പോയതായിട്ട് എൻ്റെ ഫോളോവേഴ്സിനോ എന്നെ നിരീക്ഷിക്കുന്നവർക്കോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് അപേക്ഷിക്കാണ്. എനിക്ക് ഇതിൽ കുറഞ്ഞവരോട് പറയാൻ വയ്യ.